10 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇന്നോവ യാതൊരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയ മറ്റു കമ്പനിയുടെ വാഹനങ്ങൾ ഇപ്പോഴേക്കും പലതരത്തിലുള്ള സർവീസ് ചെയ്ത് വലിയൊരു തുക ചെലവാക്കി എന്നാലും ധൈര്യത്തോടു കൂടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ടയോട്ട ഇത്രയും കിലോമീറ്ററുകൾ അനായാസമായി ഓടിത്തീർക്കുന്നത്? അവിടെയാണ് ടയോട്ടയുടെ എഞ്ചിനീയറിംഗ്. എങ്ങനെയാണിത് ടയോട്ടയ്ക്ക് സാധിക്കുന്നത്? അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട്. അതിലൊന്നാണ് ജിഡോക്ക, അതായത് ഹ്യൂമൻ മെഷീൻ കോർഡിനേഷൻ. മറ്റു കമ്പനികളെല്ലാം വാഹനങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് ഓട്ടോമേഷൻ ചെയ്യാണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ടുകളെ ഉപയോഗിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. വെൽഡിങ് ചെയ്യുന്നതും അസംബ്ലിങ് ചെയ്യുന്നതും എല്ലാം റോബോട്ടുകളെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ടയോട്ട എന്താണ് ചെയ്യുന്നത്? ടയോട്ട ഈ റോബോട്ടുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഹാൻഡ് മെയ്ഡ്, ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ച് അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഒരു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം പോലും ഇല്ല എന്ന് ഉറപ്പാക്കി പിന്നെ ഓട്ടോമേഷൻ നടത്തി ഇതെല്ലാം ചെയ്ത് അതിൽ ഒരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അവർ പൂർണ്ണമായിട്ടും ആ ഫാക്ടറി ഓട്ടോമേഷനിലേക്ക് മാറ്റുകയുള്ളൂ. പക്ഷേ മറ്റ് കമ്പനികളെല്ലാം തുടക്കം തന്നെ ഓട്ടോമേഷനിലേക്ക് മാറ്റുന്നു. അതുമൂലം ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ ബാച്ചിലുള്ള എല്ലാ വാഹനങ്ങൾക്കും വരും. പക്ഷേ ടയോട്ടയ്ക്ക് ഒരു കാരണവശാലും അത് സംഭവിക്കാതിരിക്കുന്നത് അവരെല്ലാം മനുഷ്യന്മാരെ ഉപയോഗിച്ച് ചെയ്ത് അതിൽ യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും ഇല്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് ഓട്ടോമേഷനിലേക്ക് പോകുന്നത്. അടുത്തൊരു കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ടയോട്ടയുടെ പ്ലാന്റ് നിശ്ചലമാക്കാം. അതായത് ആ ടയോട്ട പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വീപ്പർ പോകുന്ന വഴിക്ക് ചെറിയൊരു പ്രശ്നം കാണുക, അതായത് പ്രൊഡക്ഷൻ ലൈനിൽ ചെറിയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനൊക്കെ അല്ലേ ചങ്ങല വലിച്ചു നിർത്തുക, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു ഫാൾട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള സ്വീപ്പർക്ക് പോലും ആ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് പ്ലാന്റ് മൊത്തം സ്റ്റോപ്പ് ചെയ്യാൻ ആ ഒരു സ്വീപ്പർക്ക് വരെ സാധിക്കും. പക്ഷേ മറ്റ് കമ്പനികൾ എന്താണ് നോക്കുന്നത്? ഒരു മിനിറ്റ് പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ടയോട്ട അത് ചിന്തിക്കുന്നേ ഇല്ല. ചെറിയൊരു പ്രശ്നമുണ്ടോ, അത് തീർത്തിട്ട് മതി ബാക്കി പ്രൊഡക്ഷൻ. അവര് ഈ ഒരു സാമ്പത്തിക നേട്ടം അവർ നോക്കുന്നില്ല. അവരുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന പ്രൊഡക്റ്റ് 100% പെർഫെക്ഷനോട് കൂടിയതായിരിക്കണം. അതുകൊണ്ടാണ് ഏത് ലെവലിലുള്ള ഉദ്യോഗസ്ഥനും ഈ ഒരു പ്ലാന്റിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പവർ അവർ നൽകിയിരിക്കുന്നത്. ടയോട്ട ഒരിക്കലും ഫാസ്റ്റ് ആവാൻ വേണ്ടി പരിശ്രമിക്കാറില്ല. മറ്റ് ജർമ്മൻ ബ്രാൻഡുകളൊക്കെ അവരുടെ ചെറിയൊരു എഞ്ചിൻ വെച്ച് പരമാവധി പവർ നൽകാൻ ശ്രമിക്കുമ്പോൾ ടയോട്ട ഒരിക്കലും അതിന്റെ പുറകെ ഓടിയിട്ടില്ല. ടയോട്ട നിർമ്മിക്കുന്ന എഞ്ചിനുകൾ ദീർഘകാലം പ്രവർത്തിക്കണം. അതിനായിട്ട് 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ടയോട്ടയുടെ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ എഞ്ചിനായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1500 cc ഉള്ള ടയോട്ടയുടെ എഞ്ചിനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഒരു പക്ഷേ 1000 cc ഉള്ള ജർമ്മൻ വാഹനങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പവറിനേക്കാൾ താഴെയായിരിക്കും. അതായത് വലിയൊരു മെഷീൻ അതിന് പ്രവർത്തിക്കാൻ പറ്റാവുന്ന ലിമിറ്റിന്റെ ഏകദേശം പകുതി പവർ എടുത്തുകൊണ്ടേ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനം ദീർഘകാലം യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ പ്രവർത്തിക്കും. പക്ഷേ മറ്റ് ബ്രാൻഡുകൾ ചെയ്യുന്നത് എന്താണ്? ഒരു എഞ്ചിൻ അതിന്റെ പരമാവധി പവർ എടുത്ത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് എന്തായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ ആ എഞ്ചിൻ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് അടുത്തൊരു കാര്യം. ടയോട്ട അതുപോലെ ഫാൻസി ടെക്നോളജികളുടെ പുറകെ ഓടാറില്ല. കസ്റ്റമർക്ക് അത്യാവശ്യമായി വേണ്ട എല്ലാ ഫെസിലിറ്റീസും നൽകിക്കൊണ്ടാണ് വാഹനം ഇറക്കുന്നത്. ഒരുപാട് അനാവശ്യമായി നമ്മൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത പല ഫെസിലിറ്റീസും ഒരു വാഹനത്തിൽ കുത്തി നിറച്ച് അനാവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് കമ്പോണന്റുകളെല്ലാം നിറച്ച് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വാഹനം ടയോട്ട നിർമ്മിക്കാറില്ല. മറ്റു കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ടയോട്ട അത് മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ അവർ പ്രൊഡക്റ്റ് നിർമ്മിക്കും. മിനിമം മെഷീനറീസ് ഉപയോഗിച്ച്, മിനിമം എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് അവർ നല്ലൊരു വാഹനം നിർമ്മിക്കും. അത് ആവശ്യമുള്ളവർ വാങ്ങിക്കാം. അത് വാങ്ങിക്കുന്നവർക്ക് അത് ദീർഘകാലം വളരെ സുഗമമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴും കാണാം, പഴയ ക്വാളിസ് ഒക്കെ ഇപ്പോഴും പുലി പോലെ റോഡിലൂടെ ഓടിപ്പോകുന്നത് കാണാൻ പറ്റും. കാരണം അവരുടെ എഞ്ചിന്റെ പ്രത്യേകത അതാണ്. ഒരു വാഹനം പുറത്തിറക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? മില്യൺസ് ഓഫ് കിലോമീറ്റർ ഇത് ഓടിച്ച് ടെസ്റ്റ് ചെയ്യും. അതിന്റെ ശേഷം അതിലുള്ള ചെറിയ ഫാൾട്ടുകൾ പോലും പരിഹരിച്ചതിന്റെ ശേഷമാണ് ടയോട്ട വാഹനം പുറത്തേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റു പല ബ്രാൻഡുകളുടെയും വാഹനങ്ങൾ ചിലപ്പോൾ 5 ലക്ഷം ഒക്കെ ഓടിയതുണ്ടായിരിക്കാം, 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ഓടിയതുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ലോട്ടറി പോലെയാണ്. പക്ഷെ ടയോട്ടയുടെ വാഹനങ്ങൾ അങ്ങനെയല്ല. അത് ഏത് വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ഓടിക്കോളും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു റെഗുലർ ആയിട്ട് സർവീസ് ചെയ്യാത്ത വാഹനം വരെ 1-1.5 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടും. നമ്മൾ പീരിയോഡിക്കൽ സർവീസും ഓയിൽ ചേഞ്ചും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഹനം കിടന്ന് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും.
ടൊയോട്ട ഫോക്കസ് ചെയ്യുന്നത് മിനിമം മെയിൻ്റനൻസ്, ലോ ഫ്യൂവൽ കോസ്റ്റ് അല്ലെങ്കിൽ ലോ റണ്ണിങ് കോസ്റ്റ്, ഡ്യൂറബിലിറ്റി. ഇതാണ് ടൊയോട്ട ഫോക്കസ് ചെയ്യുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ടൊയോട്ടയുടെ വാഹനങ്ങൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ യാതൊരുവിധ ക്ഷീണവുമില്ലാതെ ഓടിത്തീർക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്